നിരാഹാര സമരവുമായി മഞ്ചേരി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. സ്വന്തമായി കെട്ടിടം വേണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് സമരം. വൈകിട്ട് 4 മണി വരെയാണ് സമരം. കെട്ടിടമില്ല എങ്കിൽ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരത്തെ ബാധിക്കുമെന്ന ആശങ്കയെ തുടർന്നാണ് ഈ സമരം. സോണൽ കൃഷ്ണ വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട്. സോണൽ, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്താണ്? ഇപ്പോൾ നിരാഹാര സമരം, ഈ കെട്ടിടമില്ല എങ്കിൽ അംഗീകാരം തന്നെ ഇല്ലാതാകുമെന്നുള്ള ആശങ്കയാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. അവരുടെ പ്രതികരണം എങ്ങനെയാണ്? പ്രധാനമായും വലിയ ആശങ്ക തന്നെയാണ് വിദ്യാർത്ഥികൾ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് കാണാം, ഇന്ന് രാവിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുമ്പിലായിരുന്നു മഞ്ചേരി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ സമരം തുടങ്ങിയത്. അവിടെ ഏകദേശം 1 മണിക്കൂറോളം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചതിന് ശേഷമാണ് വിദ്യാർത്ഥികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത്. അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. എന്താണ് പ്രധാന ആവശ്യം? ഇവിടെ കോളേജില്ല. ഞങ്ങൾ 4 വർഷമായി. ഞാൻ ഫസ്റ്റ് ബാച്ചാണ്. ഞാൻ ആദ്യത്തെ ബാച്ച് വന്ന സമയത്ത് എന്നോട് പറഞ്ഞത് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കോളേജ് ആവുമെന്നാണ്. ഇതിപ്പോൾ 4 വർഷമായി. ഞങ്ങൾ 4 ബാച്ചുകളുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് കോളേജോ ഹോസ്റ്റൽ സൗകര്യമോ ഇതുവരെ കിട്ടിയിട്ടില്ല. 2 ക്ലാസ്സാണ് ഇവർ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്. അത് മെഡിക്കൽ കോളേജിൻ്റെ ക്ലാസ്സാണുള്ളത്. ആ 2 ക്ലാസ്സിലായിട്ട് ഇവർ ബാക്കിയുള്ള സമയം ഞങ്ങൾക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഇട്ടിട്ട് ഓരോ ബാച്ചിലും ഇവിടെ ഷിഫ്റ്റ് ആയിട്ടാണ് ഇരുത്തുക. 2 ബാച്ചിൽ 4 ബാച്ച് എങ്ങനെ ഇൻക്ലൂഡ് ആയിട്ടിരിക്കും? 2 ക്ലാസ്സുകളിലായിട്ട് ഞങ്ങൾക്കൊരു പ്രോഗ്രാം നടത്താൻ പോലും ഒരു ക്ലാസ് ഇല്ല. പിന്നെ ഞങ്ങൾ ക്യാൻറ്റീൻ്റെ മുകളിൽ തന്ന ക്ലാസ്സാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ വാടകയ്ക്കാണ് എടുത്തത്, കസേരകളും എല്ലാം. പിന്നെ ഹോസ്റ്റലിൽ 6 പേരാണ് ഹോസ്റ്റലിലുള്ളത്. എങ്ങനെ 6 പേര് ആ ഉറങ്ങുന്ന സ്ഥലത്ത് എങ്ങനെ ഇരുന്ന് പഠിക്കും? ഞങ്ങൾക്ക് കുളിക്കാനെടുക്കാനുള്ള മറ്റു ബക്കറ്റ് സാധനങ്ങളെല്ലാം ഞങ്ങൾ തറയിലാണ് വെക്കുക. അവിടെ പഠിക്കാൻ പോലും സ്ഥലമില്ല. ഞങ്ങൾ ഒരുപാട് എഴുതാനുണ്ട്. നഴ്സിംഗ് പ്രൊഫഷനിൽ എഴുതാനുള്ള സൗകര്യം പോലും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആകെ ഒറ്റ ടേബിളാണ് എല്ലാവർക്കും കൂടെ തന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കോളേജിൻ്റെ ഒരു മറുപടി, അനുകൂലമായിട്ട് ഒരു മറുപടി സർക്കാരിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അനിശ്ചിതകാല സമരത്തേക്ക് തന്നെ പോകും. മുമ്പ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടന്നിരുന്നു അല്ലേ? ഭൂമി ഏറ്റെടുക്കൽ നടപടി ചെരണി എന്നൊരു സ്ഥലം ആദ്യം ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാൻഡ് അക്യൂസിഷന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ അതിന് വേണ്ടി പോയപ്പോൾ ചെരണി അതിന് പറ്റിയ ഒരു സ്ഥലമല്ലെന്ന് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യങ്ങളെ പറ്റി ഞങ്ങൾ വീണ്ടും അന്വേഷിച്ചപ്പോണ്ടായത് ആ സ്ഥലം ഇപ്പോഴും ഞങ്ങളുടെ ഇതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അത് നടക്കാത്ത പക്ഷം ഞങ്ങൾക്ക് പുതിയൊരു സ്ഥലം ഏറ്റെടുക്കുന്നത് ബുദ്ധിമുട്ടുവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കാര്യം പറയുകയാണെങ്കിൽ 240ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കോളേജിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെ വെറും 7 സ്ഥിര തസ്തികയിലുള്ള അധ്യാപകരാണ്. വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള ഓരോ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് പഠിപ്പിക്കാനുള്ള അധ്യാപകരെ ഇവിടെ ലഭ്യമല്ല. കേവലം 6 മാസത്തിന് കോഴിക്കോട് നിന്നോ തൃശ്ശൂരിൽ നിന്നുള്ള ടീച്ചർമാരെ ഇവിടെ താൽക്കാലിക അടിസ്ഥാനത്തിൽ വരുത്തിയാണ് ഞങ്ങളുടെ ക്ലാസ് എടുക്കുന്നത്. ഒരു ലാബ് സൗകര്യങ്ങളോ പഠിക്കാനുള്ള അവകാശങ്ങളോ ഒന്നും ഞങ്ങൾക്ക് നിഷേധിക്കുകയാണ്. MBBSന്റെ ക്ലാസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണുള്ളത്. തികച്ചും പരിതാപകരമാണ്. ഞാൻ ഇവിടെ ചെയർപേഴ്സണായിരിക്കുന്ന സമയത്ത് 2 തവണയാണ് തിരുവനന്തപുരം പോയിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തർക്കും ഓരോ നിവേദനങ്ങൾ കൊടുക്കുമ്പോഴും ഞങ്ങൾക്ക് ഇതുവരെ അനുകൂലമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല. അത് തന്നെയാണ്, പലതവണ പരാതിപ്പെട്ടെങ്കിൽ പോലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ആരോഗ്യമന്ത്രിയെയും സമീപിച്ചു, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആദ്യ വർഷം തന്നെ ആരോഗ്യമന്ത്രിയെ സമീപിച്ചതായിരുന്നു. പിന്നീട് ഈ നാളെ ഇതുവരെയായിട്ടും മന്ത്രി റിയാസറിനെയും DMAയും നമ്മൾ വീണ്ടും സമീപിച്ചതാണ്. കാലങ്ങളോളം ഈ കഴിഞ്ഞ ആഗസ്റ്റിൽ ഇവിടെ മന്ത്രി വന്നിരുന്നു, DMA വന്നിരുന്നു. അവരോടൊക്കെ നമ്മുടെ അവകാശങ്ങൾ പറഞ്ഞു. പക്ഷെ നാളെ ഇതുവരെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സൗകര്യം പോലും ഈ കോളേജിൽ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വെറും 2 ക്ലാസ് മുറികൾ മാത്രമാണുള്ളത്. നമ്മൾ 4 ബാച്ചുകളുണ്ട്. ആ 2 ക്ലാസ് മുറികൾ തന്നെ മഴ പെയ്താൽ കൂടെ പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. വിദ്യാലയം എന്തൊരു അവകാശമാണ്, വ്യക്തമാണ്. ഇതിൽ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. സൂചനാ സമരമാണ്. മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് അവരുടെ ദുരവസ്ഥ വിശദീകരിക്കുന്നത്.